സുരക്ഷയ്ക്കായി പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ പടുത്തുയർത്തിയ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശങ്കയിൽ ഇറാൻ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പതിറ്റാണ്ടുകളായി പർവ്വതങ്ങൾ തുരന്നും മരുഭൂമികളുടെ അടിയിലുമായി ഇറാൻ നിർമ്മിച്ച ഭൂഗർഭ മിസൈൽ സിറ്റികൾ ഒരിക്കൽ ആ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ആയുധശേഖര സംവിധാനങ്ങളായിരുന്നു. എന്നാൽ നിലവിലെ അതിരൂക്ഷമായ യുദ്ധ സാഹചര്യത്തിൽ ഇതേ സംവിധാനങ്ങൾ തന്നെ ഇപ്പോൾ ഇറാന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുവെന്നാണ് സൈനിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളുടെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് ഇറാനിലെ പർവ്വതനിരകളുടെയും മരുഭൂമികളുടെയും അടിയിൽ 100 കണക്കിന് അടി ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്ക സമുച്ചയങ്ങൾ. ഈ ഭൂഗർഭ തുരങ്ക സമുച്ചയങ്ങൾ മിസൈൽ സിറ്റികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇവ വെറും ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, മിസൈലുകൾ സൂക്ഷിക്കുന്നതിനൊപ്പം അവ തയ്യാറാക്കാനും വിക്ഷേപിക്കാനുമുള്ള പൂർണ്ണമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഭൂതലത്തിൽ നിന്ന് ഏകദേശം 500 മീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മിസൈൽ സിറ്റികൾ ഇറാനിലുണ്ട്. ഈ തുരങ്കങ്ങളിലുടനീളം റെയിൽ പാതകളും സൈലോകളും ഉപയോഗിച്ച് മിസൈലുകൾ വേഗത്തിൽ വിക്ഷേപണ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാകും. അങ്ങനെ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് മിസൈൽ ശേഖരം സുരക്ഷിതമാക്കുക എന്നതിനൊപ്പം മിസൈൽ വിക്ഷേപണത്തിനായും ഇത്തരം കേന്ദ്രങ്ങൾ പ്രയോജനപ്പെടുത്തി വരുന്നു. ഇറാനിലെ പല പ്രവിശ്യകളിലും ഇത്തരത്തിലുള്ള ഭൂഗർഭ മിസൈൽ സിറ്റികൾ ഉണ്ടെന്നാണ് സൈനിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് ഖുറാമാബാദ്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രധാന ശേഖര കേന്ദ്രമായാണ് ഖുറാമാബാദിലെ മിസൈൽ സിറ്റി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പേർഷ്യൻ ഉൾക്കടലിന് സമീപത്തായി ഹാജിയാബാദിൽ മറ്റൊരു ഭീമൻ മിസൈൽ സിറ്റിയും ഇറാനുണ്ട്. നാവിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഇവിടെയുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു പ്രധാന മിസൈൽ സിറ്റിയാണ് തബ്രീസിലുള്ളത്. യൂറോപ്പിനെയും ഇസ്രയേലിനെയും ലക്ഷ്യമിടാൻ കഴിയുന്ന മിസൈലുകൾക്കായി ഉപയോഗിക്കുന്ന കേന്ദ്രമാണ് തബ്രീസിലേത്. ഈ കേന്ദ്രങ്ങളും ഇതോടനുബന്ധിച്ച മറ്റു മിസൈൽ സിറ്റികളും ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ പ്രധാന അടിത്തറയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഈ സംവിധാനങ്ങൾ തന്നെ ഇറാന് വലിയ ഭീഷണി ഉയർത്തുകയാണ്. കാരണം അമേരിക്കയും ഇസ്രയേലും ഇത്തരത്തിലുള്ള ഭൂഗർഭ ടണലുകളുടെ പ്രവേശന കവാടങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ബോംബാക്രമണം നടത്തിവരികയാണ്. ആധുനിക നിരീക്ഷണ ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തി ഇത്തരം ടണലുകളിൽ നിന്നുള്ള ഓരോ നീക്കവും അമേരിക്ക ഇസ്രായേൽ സഖ്യം നിരീക്ഷിച്ചും വരുന്നു. മിസൈലുകൾ പുറത്തെടുത്ത് വിക്ഷേപിക്കുന്ന ലോഞ്ചറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ തകരുമ്പോൾ ഇറാന്റെ ആക്രമണശേഷിയെ അത് വൻതോതിൽ ബാധിക്കും. സൈനിക വിലയിരുത്തലുകൾ പ്രകാരം നിലവിലെ ആക്രമണങ്ങൾ കാരണം ഇറാന്റെ മിസൈൽ വിക്ഷേപണ ശേഷി 80% വരെ കുറഞ്ഞു എന്നാണ്. നിലവിൽ അമേരിക്കയും ഇസ്രയേലും പ്രയോഗിക്കുന്ന പ്രധാന തന്ത്രമാണ് ട്രാപ്പിംഗ്. സദാസമയവുമുള്ള നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തത്സമയ വിവരങ്ങൾ പ്രകാരം ഇറാൻ മിസൈൽ പുറത്തെടുക്കുന്ന വേളയിൽ തന്നെ ടണലുകളുടെ പ്രവേശന കവാടങ്ങൾ ബോംബിട്ട് തകർക്കുന്നു. ഇതോടെ മിസൈലുകൾ ഭൂഗർഭ തുരങ്കങ്ങൾക്കുള്ളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. അവ പുറത്തേക്ക് കൊണ്ടുവന്ന് വിക്ഷേപിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. മറ്റൊരു പ്രധാന അപകടം ഇത്തരം തുരങ്കങ്ങളിൽ ഇന്ധനവും സ്ഫോടക വസ്തുക്കളും വലിയ അളവിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ചെറിയൊരു തീപിടുത്തം പോലും വലിയ സ്ഫോടനത്തിനും ഒപ്പം മുഴുവൻ കേന്ദ്രം തകർന്നു പോകുന്നതിനും കാരണമാകും എന്നതാണ്. എന്നിരുന്നാലും ഇറാന്റെ സൈനിക ശക്തിയിൽ രാജ്യത്തെ മിസൈൽ നഗരങ്ങൾ ഇപ്പോഴും പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. രാജ്യത്തെ പല പ്രവിശ്യകളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ ശൃംഖല ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കാനും തക്ക സമയത്ത് അതിവേഗം ശത്രുക്കൾക്ക് നേരെ പ്രത്യാക്രമണം നടത്താനും സഹായകമാകുന്നുവെന്നാണ് അത്തരം റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് ശത്രുക്കൾക്ക് എളുപ്പമല്ലെന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ പണിതെടുത്ത ഭൂഗർഭ മിസൈൽ സിറ്റികൾ ഒരിക്കൽ രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സൈനിക അടിസ്ഥാന കേന്ദ്രങ്ങളായാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആധുനിക ഡ്രോൺ നിരീക്ഷണവും കൃത്യമായ ബോംബാക്രമണങ്ങളും തുടരെ ഉണ്ടാകുന്നതിനാൽ അത്തരം കേന്ദ്രങ്ങൾ ഇപ്പോൾ ആ രാജ്യത്തിന് തന്നെ വലിയ വിനയായി മാറുകയാണ്. ഇത് ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന പാഠവും ചെറുതൊന്നുമല്ല. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ആയുധങ്ങൾ സംഭരിക്കുക എന്നത്
ഏതൊരു രാജ്യത്തെയും സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.